ഭരണങ്ങാനം സിറ്റിയിലെത്തുമ്പോൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടവും പള്ളിയും എന്ന ബോർഡാണ് ഈ കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഭരണങ്ങാനത്തെ അൽഫോൻസാമ്മയുടെ കബറിടം കാണാനാണ് ഞാൻ എത്തിയത്. കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്താണ് ഈ തീർത്ഥാടന കേന്ദ്രമുള്ളത്. വിശ്വാസ സമൂഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ബോർഡും ഇവിടെ കാണാം. കവാടത്തിൻ്റെ ചിത്രങ്ങൾ ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർത്ഥാടകരുമായി ഒരു വാഹനം അകത്തേക്ക് കടന്നുപോയി. കവാടത്തിന് മുമ്പിൽ റോഡിൽ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ മുകളിലായി വിശുദ്ധ അൽഫോൻസാമ്മയുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുകളിലേക്ക് കിടക്കുന്ന റോഡിലൂടെ ഞാൻ നടന്നു. മുകളിൽ നിന്ന് ചെന്ന് ഞാൻ താഴത്തെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. ഒരു മുറ്റമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ മുറ്റത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന തീർത്ഥാടകരുടെ വാഹനവും കാണാം. മണം നിറഞ്ഞ മുറ്റത്തിൻ്റെ ഒരു വശത്തായി സ്കൂൾ കെട്ടിടവും നമുക്ക് കാണാൻ കഴിയും. സ്കൂൾ മുറ്റവും പള്ളിമുറ്റവും തമ്മിൽ ഇരുമ്പ് വേലി കൊണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. Del suelo y abrimos el mirar al fuego en nuestra mano. അൽഫോൻസാമ്മയുടെ ശവകുടീരത്തിൻ്റെയും പള്ളിയുടെയും മുൻപിലുള്ള ഭാഗമാണ് ഈ കാണുന്നത്. മുകളിലേക്ക് കയറിപ്പോകാൻ ഇരുവശങ്ങളിലുമായി പടിക്കെട്ടുകൾ കാണാൻ കഴിയും. വളരെ വൃത്തിയിലും മനോഹരവുമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിശാലമായ ഈ മണൽമുറ്റത്ത് നിന്നുകൊണ്ട് ഞാൻ പള്ളിയുടെ ദൃശ്യങ്ങൾ പകർത്തി. പിന്നീട് ഞാൻ പടിക്കെട്ടുകൾ കയറി പള്ളിയുടെ മുമ്പിൽ നിന്ന് താഴെയുള്ള കാഴ്ചകളും ക്യാമറയിൽ പകർത്തി. ഇവിടെ നിന്ന് താഴെയുള്ള കാഴ്ചകൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. പള്ളിയും മുറ്റവും പടിക്കെട്ടും സ്കൂളുകളും എല്ലാം ഇവിടെ നിന്ന് കാണാൻ കഴിയും.